ഒരു വേ ഓഫ് പാരന്റിങ് സ്റ്റൈൽ ഉണ്ടാവും. ക്യാമറന്റെ ഒന്നും പറയണോ? എല്ലാരും കിടക്കുക തന്നെ ഒറ്റൊരു റൂമില്. ഞാൻ പറയാ കരയില്ലേ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിറ്റ് ചാറ്റ് വിത്ത് ഉമ്മച്ചി ആയിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് റിസർച്ച് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉമ്മച്ചിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അപ്പൊ അതിന്റെ മറുപടിയും കേൾക്കാം. എന്നോട് ആദ്യം അറിയുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഉമ്മച്ചിക്ക് ലൈഫിൽ നിന്ന് ഉമ്മച്ചി ലേൺ ചെയ്ത ഒരു അഡ്വൈസ് ഇപ്പൊ അല്ലെങ്കിൽ ഉമ്മച്ചിക്ക് ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്താ? അതിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ, പഠനത്തിനെ കുറിച്ച് തന്നെ. അപ്പൊ നമ്മള് ചെറുപ്പത്തില് പഠിക്കാൻ പറയുമ്പോ പഠിക്കൂലല്ലോ. അപ്പൊ വലുതായി നമ്മള് ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോ മക്കളോട് പഠിക്കാൻ പറയുമ്പോ ഇത് ആദ്യം പറഞ്ഞപ്പോ നമ്മള് അനുസരിക്കാത്തോണ്ടല്ലേ എന്നുള്ളതും, പിന്നെ അന്നേരം പഠിക്കാത്തോണ്ട് ഇപ്പൊ മക്കളെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും അതൊക്കെ തന്നെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഉമ്മച്ചിന്റെ പാരന്റിങ് സ്റ്റൈല് അതെങ്ങനെയാന്ന് ഉമ്മച്ചി ഇതാക്കിയ ഒരു ഉമ്മച്ചിന്റെ മനസ്സിലൊരു വേ ഓഫ് പാരന്റിങ് സ്റ്റൈൽ ഉണ്ടാവും? പാരന്റിങ് എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ പറയുമ്പോ എന്റെ പാരന്റിങ് ഭയങ്കര ഇരിക്കുമല്ലോ. ഇതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളാണല്ലോ അഭിപ്രായം പറയണ്ടേ. പക്ഷെ ഞാൻ എന്റെ ഇതിൽ പറയുകയാണെങ്കിൽ അടിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അടിച്ചിട്ട് വളർത്തിക്കുന്നത്. പിന്നെ എന്താ പറയാ, വേണ്ടാന്ന് തോന്നുന്നത് അടിക്കലില്ല. പിന്നെ ഫ്രീഡം ഉണ്ട്, ഫ്രണ്ട്ലി ഉണ്ട്. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അങ്ങനെ അടിക്കലൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫ്രീഡത്തില് പിന്നെന്താ പറയാ, കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള പാരന്റിങ് തന്നെയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് അല്ല. സ്ട്രിക്റ്റ് ആണ്, ടോക്സിക്കും അല്ല, എന്നാലും ഫണ്ണല്ല അല്ലെ? ഇനി എന്റെ പേജിൽ ഉമ്മച്ചിക്ക് എന്നിൽ ഇഷ്ടമുള്ള കാര്യവും ഇഷ്ടമില്ലാത്ത കാര്യവും ക്യാമറന്റെ ഒന്നും പറയണോ? ആദ്യം ഇഷ്ടമില്ലാത്ത പറയാം. ആയിക്കോട്ടെ. പണി വേർത്ത് തീർക്കാത്തത്, അത് മാത്രം ഇഷ്ടമില്ലാത്ത. ഇഷ്ടമുള്ള പറഞ്ഞാല് പിന്നെ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം വേണ്ട രീതിയിൽ പറഞ്ഞ് അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നമുക്ക് നല്ല ഒരു തീരുമാനങ്ങളൊക്കെ പറഞ്ഞു തരൂലേ, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരൂലേ. അപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എവിടെ പോകുമ്പോഴൊക്കെ അത്, പിന്നെ എന്തെങ്കിലും ഒരു നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഇന്നെക്കാട്ടിയും കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ അഭിപ്രായം പറയുന്നതിൽ ഇഷ്ടം. ഉമ്മച്ചിന്റെ കല്യാണം 15ാമത്തെ വയസ്സിലാണ് കഴിഞ്ഞത്. 15ാം വയസ്സ് കല്യാണം കഴിഞ്ഞത്. അപ്പം ആ 15 വയസ്സെന്ന് നമ്മള് ശരിക്കും ഒരു കുട്ടി തന്നെയാ അല്ലേ? ചെറിയ ഒരു പ്രായമാണ്. ആ ഒരു സമയത്ത് നമ്മളിപ്പം കല്യാണം കഴിഞ്ഞതോടുകൂടെ നമ്മള് ഭാര്യ, മരുമകള്, പിന്നെ ഏട്ടന്റെ ഓള്, അമ്മായി, അങ്ങനെ കുറേ ഒരു പൊസിഷൻ നമുക്ക് വരിക. ഒറ്റ മോള് എന്നുള്ള രീതിയിൽ നിന്ന് ഒരുപാട് പൊസിഷനിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പൊ ഉമ്മച്ചിക്ക് പെട്ടെന്നുള്ള മാറ്റമല്ലേ? 15 വയസ്സായ കുട്ടി ഇത്രയും പിന്നെ എന്താ പറയാ റോളുകൾ ഒറ്റയടിക്ക് സ്വീകരിക്കുന്ന ഒരു ടൈമിന് ഉമ്മച്ചിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ചോദിച്ചെങ്കിൽ പറയാൻ മാറ്റം എന്ന് പറഞ്ഞാല് എന്താ പറയാ, 15 വയസ്സില് ജൂണില് കല്യാണം കഴിഞ്ഞ് അടുത്ത 16 വയസ്സാകുമ്പോൾ തന്നെയാണ് ഞാൻ പ്രസവിക്കുകയും ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് എന്താ ഒരു ഗൾഫ് ജീവിതം അതിന്റെ ഇടയിൽ അനുഭവിച്ചിരിക്കുന്നത്. പിന്നെ 15 കല്യാണം കഴിയുന്ന സമയത്ത് ബാപ്പ ഗൾഫില് കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഗൾഫിൽ പോയി. അപ്പൊ ആ ഒരു ഗൾഫുകാരന്റെ ഭാര്യ ആയ ഒരു അനുഭവം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 വയസ്സിൽ തന്നെ വലിയൊരു പക്വത വന്ന ഒരാളായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഭക്ഷണം. ഉമ്മച്ചിന്റെ വീട് എന്ന് പറയുന്നത് ഒരു തറവാട്ടിലേക്ക് ഉമ്മച്ചി വന്നതായിരുന്നു, വലിയ തറവാട്ടിലേക്ക്. അതിന്റെ ഒരു ഫസ്റ്റൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും കുഴപ്പമില്ലായിരുന്നു.
അത് ഉമ്മച്ചി ഒരു ചായ വരെ ഉണ്ടാക്കാൻ അറിയണ്ടല്ലോ എന്നത്. എനിക്കൊന്നും അറിയൂല, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, ചായ ഉണ്ടാക്കാൻ അറിയില്ല, അടിച്ചു തുടക്കാൻ നല്ല അറിയുന്നു. പിന്നെ അങ്ങനെ ഒരുക്കിപ്പണിയൊക്കെ അങ്ങനത്തെ ഒക്കെ അറിയാം. പിന്നെ ആ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തടത്തുനിന്ന് ഞാൻ പെട്ടെന്ന് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ച്. അത് ഇവിടുത്തെ നമ്മളെ അമ്മാവൻ്റെ ഒരു കഴിവ്. അതിൽ നിന്നാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചത്. പിന്നെന്താ, പിന്നെ മൊത്തത്തിൽ ഒരു വലിയ പക്വത ആയി പെട്ടെന്ന് തന്നെ. അതന്നെ. ഉമ്മച്ചിക്ക് നമുക്ക് പെട്ടെന്നൊരു മാറ്റം അല്ലെ, പെട്ടെന്ന് നമുക്ക് ലൈഫിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങള് അങ്ങനത്തെ ഒക്കെ വന്നാല് നമ്മൾ പെട്ടെന്നൊരു ഡൗൺ ആവും അല്ലേ? അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉമ്മച്ചി അതിനെ ഫേസ് ചെയ്യുക എങ്ങനെയാ? കരഞ്ഞിട്ട്. ഫസ്റ്റ് ഞാൻ വേഗം എല്ലാത്തിനും കരയുന്നു. അത് ബാപ്പാക്ക് കരയാൻ ഇഷ്ടമില്ല. ഉമ്മച്ചി തലകറങ്ങി വീഴുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കരയും, പക്ഷെ കരയുമ്പോ ബാപ്പാക്ക് ഇഷ്ടമില്ലാത്തോണ്ട് പിന്നെ ആ കരച്ചിൽ മാറ്റി പിന്നെ ഇപ്പൊ കരച്ചിൽ അങ്ങനെ. ഇപ്പൊ ഉമ്മച്ചിക്ക് സ്ട്രെസ് എല്ലാം എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടായി വരുന്ന സംഭവല്ലേ? അപ്പൊ ഇപ്പൊ എങ്ങനെയാ ഉമ്മച്ചി അതിനെ ഫേസ് ചെയ്യുന്നത്? ഇപ്പൊ അങ്ങനത്തെ സ്ട്രെസ് ഒന്നും ഇല്ല. കാരണം അങ്ങനെ ആദ്യമൊക്കെ നമുക്ക് പേടി, പക്ഷെ ആ പേടി ഇങ്ങനെ കുറച്ചിങ്ങനെ കാലം കഴിയുമ്പോ മാറുമല്ലോ. അപ്പൊ അതിനോടായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെടുമല്ലോ. പിന്നെ ആദ്യം തന്നെ നമ്മള് ഒരു ഫ്രീഡം ഇല്ലാണ്ടുള്ള അങ്ങനെ നമ്മള് 6 പെൺകുട്ടികള്, ഒറ്റൊരാങ്ങള, ഉപ്പ ഇല്ല, ഉമ്മ വളർത്തുമ്പോ അതിനൊരു ഫ്രീഡം കുറവുണ്ടാവും. പക്ഷെ അത് ഇവിടെ എത്തിയപ്പോ അതെന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് മൊത്തത്തിൽ അങ്ങ് മറിഞ്ഞു. അപ്പൊ ഒരു ഫ്രീഡത്തിലേക്ക് വന്ന് പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ മൊത്തത്തിലൊരു എൻജോയ് ചെയ്യുന്നതിൽ പെട്ടതായതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇവരെ പിടിച്ചിരുന്നു 27 വർഷം. കല്യാണം കഴിയുന്നതിന് മുൻപ് ഇപ്പൊ എനിക്ക് ഉമ്മച്ചിനെ അറിയാലോ. അപ്പൊ അവിടെ ഉമ്മാമ കുറച്ചൊരു, കാരണം ഉമ്മാമ ഒറ്റക്കാണ് നിങ്ങളെ നോക്കുന്നത്, ഉപ്പ ഇല്ല, വേറെ ആരും അങ്ങനെ നോക്കാൻ ആരുമില്ല. അങ്ങനെ ഉള്ളത് ഗൾഫിൽ നിങ്ങളെ നോക്കാൻ വേണ്ടി ഗൾഫിൽ പോയി. അപ്പൊ ആ ഒരു സമയത്ത് ഉമ്മാമ കുറച്ചൊരു എന്താ പറയാ, ഒരു പിടിച്ചു വെച്ചിട്ടല്ലേ നിങ്ങളെ നോക്കുന്നത്. കാരണം ഇന്നത് കറക്റ്റ് ആയിട്ട് എല്ലാം കറക്റ്റ് ഫോളോ ചെയ്യണം, ആ രീതിയിലല്ലേ നിങ്ങൾ വളർന്നു വന്നത്. അപ്പൊ പെട്ടെന്ന് ബാപ്പച്ചീന്റെ അടുത്ത് എത്തിയപ്പോ ബാപ്പച്ചി കുറച്ച് അടിച്ചുപൊളിന്റെ ആള്. ഈ പിന്നെ ഡ്രസ്സ് വാങ്ങുന്നു, പിന്നെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോകുന്നു, ടൂറ് പോകുന്നു, അങ്ങനെ ഫുൾ അടിച്ചുപൊളി. അപ്പൊ ആ ഒരു മാറ്റത്തിനെ പറ്റി മിച്ചിക്ക് എന്താ പറയാല്ലേ? ആ മാറ്റത്തിനെ പറ്റി പറയാന്ന് ചോദിച്ചാല്, ശരിക്കും എന്റെ അനിയത്തികളെ കൂടെ ടൂറൊക്കെ കൊണ്ടുപോയി ഓരെയും കൂടെ എൻജോയ്മെന്റ് ചെയ്ത്. പിന്നെ ഉമ്മ പറഞ്ഞാല് ഭയങ്കര സ്ട്രിക്റ്റ് അല്ല, ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഉമ്മക്ക് പരിധികൾ ഉണ്ടേനു. മറ്റുള്ളവര് പറയുന്ന ആ ഒരു ഇത് വേറെ ആൾക്കാർ പറയുമല്ലോ, പെൺകുട്ടികളെ അങ്ങോട്ട് വിട്ട. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഉമ്മയും നമ്മൾ ഒരുമിച്ചാണ് എവിടെ പോവാണെങ്കിലും. നമ്മളെന്തിന് എല്ലാരും കിടക്കുക തന്നെ ഒറ്റൊരു റൂമില്, കട്ടിലും നിലത്തുമായിട്ട് വിരിച്ചിട്ട് കിടക്കുക. അത്രയും ഒരു റൂമിൽ എല്ലാരും വാതിൽ കുറ്റിയിട്ടിട്ട് കിടക്കുന്ന ആ ഒരു പേടിയും എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഇതുണ്ടേനോ ആണുങ്ങളില്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോ മൊത്തത്തിൽ അടിച്ചു പൊളിച്ച് ഉമ്മയെ അതിലേക്കായി, അനിയത്തികള് എല്ലാരെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അടിച്ചു പൊളിച്ച് നല്ലൊരു ജീവിതം തന്നെ. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. ഉമ്മച്ചിന്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു മൊമെന്റ് ഏതാണ്? അങ്ങനെ വെച്ചാല് മൊത്തത്തിലുള്ളതാ. ഉമ്മച്ചിക്ക് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ നമുക്കൊരു സങ്കടമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അത് ഭയങ്കര ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട് ആ ഒരു സമയം നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നമ്മൾ അന്ന് കഷ്ടപ്പെട്ട ആ ഒരു ടൈം നമുക്ക് മനസ്സിലുണ്ടാവില്ലേ? അതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളതോ? എപ്പോഴാണ് എനിക്ക് പറയാ കഷ്ടപ്പാട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കുറെ ദിവസം ഒരു ഭയങ്കര ഇത് തോന്നിയത് നീലുവിനുമായിട്ടുള്ള സമയത്ത്. ആ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുള്ള പ്രസവമായിരുന്നു. അപ്പൊ ആ ഒരു സമയം കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദിവസവും മാസവും പോവാത്ത, അല്ലാണ്ട് വേറെ കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് ഓർമ്മയിൽ അങ്ങനെ ഇല്ല. ആദ്യക്കാക്കേണ്ടതുള്ളൂല്ലേ? ഫസ്റ്റ് പ്രസവം ഇങ്ങനെ പെട്ടെന്ന് പ്രസവിച്ചു പോയതുകൊണ്ട്, രണ്ടാമത്തെ പ്രസവം സ്റ്റിച്ച് ഇടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, കുനിയാൻ പാടില്ല, നടക്കാൻ പാടില്ല. അങ്ങനെ ആ ഒരു കുറച്ച് മാസങ്ങൾ നല്ല ഇതുണ്ട്. വേറെ ഒന്നും അങ്ങനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലൊന്നും വന്നില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഉമ്മച്ചി ബാപ്പച്ചി തെറ്റല്ലോ. ഉമ്മച്ചി ബാപ്പച്ചി തെറ്റിയാൽ ബാപ്പച്ചിനെ നന്നാക്കാൻ വേണ്ടിട്ട് ആ ഒരു പ്രശ്നം ഉമ്മച്ചി കോംപ്രമൈസ് ചെയ്യണല്ലോ. അപ്പൊ ഉമ്മച്ചി എന്താ ചെയ്യല്? തെറ്റലധികം ഇല്ല. എന്നാലും തെറ്റൂലേ? തെറ്റിയാലും ഒന്നും ചെയ്യാത്തെന്താ? നിങ്ങൾ ശരിക്കും എന്തിനു വേണ്ടിട്ടാ തെറ്റല്? ഞമ്മക്ക് വേണ്ടി തെറ്റില്ല, വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാ തെറ്റുക. ആ തെറ്റിയാൽ തന്നെ
സോപ്പിട്ട് ഞാന് സോപ്പിട്ട് കാലൊക്കെ പിടിച്ച് സോപ്പിട്ട് അങ്ങനെ തെറ്റ് നന്നാക്കും, അത്ര തന്നെ. ഉമ്മച്ചി വാപ്പ തെറ്റേന്റെ വലുപ്പം കരഞ്ഞിക്കോ? തെറ്റിയാല് ഫസ്റ്റ് ദിവസം ഒന്നും കരയൂല, പിന്നെ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോ കരയും. പക്ഷെ അത് എപ്പോഴെങ്കിലേ തെറ്റുള്ളൂ, ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യം അങ്ങനെയൊക്കെ. അത് ഇപ്പൊ അങ്ങനെ കുറെ ആയിട്ട് അങ്ങനെ ഇല്ല, അൽഹംദുലില്ലാ. തെറ്റാതെ പോകാൻ ഇഷ്ടം. ഉമ്മച്ചിക്ക് ഇപ്പൊ നമ്മളെ കല്യാണത്തിന്റെ മുൻപ് ഇങ്ങനെ നമുക്ക് വരുന്ന കല്യാണം കഴിച്ച് നമ്മളെ ഫാമിലിയിലേക്ക് വരുന്ന ആള് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയായ അടിപൊളിയായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ ഉമ്മച്ചിക്ക് ഇപ്പൊ എന്റെ ഇത്താതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മച്ചിക്ക് ഇവിടെ 2 ആൺകുട്ടികൾ വരാൻ പോന്ന. അപ്പൊ ഉമ്മച്ചിക്ക് ഇപ്പൊ ഇത്താതിന്റെ കല്യാണം നോക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോ ഉമ്മച്ചിന്റെ മനസ്സിൽ കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ ആളാവണം, അങ്ങനത്തെ ആളാവണം, അത് എന്തൊക്കെയായിരുന്നു? അത് കാര്യമായിട്ട് ചില പിയാപ്പിളാര് പറഞ്ഞാൽ മിണ്ടൂല, പക്ഷെ അതെനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം മോളെ പിയാപ്പിളാണെങ്കിൽ ബഹുമാനിക്കണം, പക്ഷെ അത് ഭയങ്കര ഒരു പേടിച്ച് ഓരോട് മിണ്ടാണ്ട് അങ്ങനെ ആവരുത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ആഗ്രഹമായിരുന്നു. പക്ഷെ അത് കിട്ടിയത് രണ്ടാളും ഞാൻ വിചാരിച്ചതിൽ കുറച്ചുകൂടെ ഓവറാണ്. ഓവറല്ല, ഞാൻ വിചാരിച്ചതിലും ഒരുപടി മുമ്പില് അങ്ങനെ അറിയാം. കാരണം ഞാൻ വിചാരിക്കും ഇങ്ങനെ പിയാപ്പിളാരായിട്ട്, കാരണം നമ്മളെ വീട്ടിലുള്ള അവസ്ഥ എല്ലാ പിയാപ്പിളാരും അടുക്കളയിലൊക്കെ വന്നിരുന്ന് നമ്മളോട് എല്ലാവരോടും കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ കുറെ സ്ഥലങ്ങളിൽ അതൊന്നും ഇല്ല, ശരിക്കും മിണ്ടൂല, ഒരു റൂമിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ചെടുത്ത് കഴിക്കുക, അങ്ങനെ കുറെ ഇങ്ങനെ കേട്ടിട്ടുള്ളതില് ഞാനിങ്ങനെ അങ്ങനെ ആവരുതെന്ന് വിചാരിക്കുന്നു. പക്ഷെ രണ്ടാളും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഉഷാറാണ്. ഉമ്മച്ചിക്ക് ഉമ്മച്ചീന്റെ 4 മക്കളില് അപ്പം 4 ആളും 4 രീതിയിലായിരിക്കില്ലേ? അതില് ഈ 4 ആളിലും ഉമ്മച്ചിക്ക് വേർതിരിച്ചൊരു യൂണീക്ക് ആയിട്ട് ഇപ്പൊ ഒരു ഇഷ്ടം ഉണ്ടാവും, അതെന്തൊക്കെയാ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഓരോരുത്തരോടൊന്നും സെപ്പറേറ്റ്. ഓരോരുത്തരതാ, അതായത് ഇത്താതന്റെ ക്യാരക്ടറിൽ നിന്ന് യൂണീക്ക് ആക്കുന്നത്, എന്റെ ക്യാരക്ടറിൽ നിന്ന് യൂണീക്ക് ആക്കുന്നത്, ഹിതുവിന്റെ ക്യാരക്ടറിൽ നിന്ന് യൂണീക്ക് ആക്കുന്നത്, അതുപോലെ ഹാദിന്റെ ക്യാരക്ടറിൽ നിന്ന് യൂണീക്ക് ആക്കുന്നത്. ഞാൻ അത് ആലോചിക്കാത്തോണ്ടായിരിക്കും. ഇതുവരെ ആലോചിച്ചില്ലേ? നിങ്ങള് ഇപ്പൊ ആലോചിച്ചിട്ട് വേണം. ഇപ്പൊ ആലോചിച്ചിട്ട് പറയുകയാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു മാറ്റം വല്ലാണ്ടൊക്കെ മാറ്റം തോന്നിയില്ല. നീലു ഞാൻ പിണങ്ങിയാല് എനിക്ക് ചെറിയ ദേഷ്യം, അങ്ങനെ നമ്മള് തെറ്റിയാല് ഇങ്ങോട്ട് വന്ന് മിണ്ടും, ഞാൻ അങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ ഓള് തന്നു അത് വന്നില്ല. എൻ്റെ പിന്നെന്തേനും എൻ്റെ പിന്നെ അങ്ങനെ വേറെ നമ്മളങ്ങനെ തെറ്റിയാൽ തന്നെ തെറ്റിയാലും എന്റെ തെറ്റിയായ ഉമ്മച്ചി എന്നോട് ഒന്നും മിണ്ടണം. പിന്നെ ഈ ഇങ്ങനെ എല്ലാത്തിനും ഓടുമല്ലോ. വ്യത്യാസം ഓളും ഈയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ഓക്ക് മടിയുള്ള കാര്യങ്ങൾ ഈ മുൻകൈ എടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ പോകണോ ഞാൻ ചെയ്യണോ എന്ന് ചെയ്യും അങ്ങനെ. പിന്നെ ഹിതുവിൻ്റെത് ഓന്റെ കയ്യിൽ കിട്ടുന്ന പൈസ മുഴുവൻ ഓന് ഒന്നുകിൽ ബർത്ത്ഡേക്ക് അമ്മക്ക് അല്ലെ വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ ഗിഫ്റ്റ് ചെയ്യും. ഹിതുവിന്റെ മെയിൻ ഉള്ള ഒരു കാര്യം അതാണ്. ഓനക്ക് എന്ത് പൈസ കിട്ടിയാലും ഓനക്കാക്കി ഓൻ മാറ്റി വെക്കില്ല, ഓൻ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കും, എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു ഇത്. അപ്പൊ വലിയതായാലും ആ ഒരു പ്രതീക്ഷ ഉണ്ട്, ഓന് നമ്മളെ നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഭയങ്കരമായിട്ട്. പിന്നെ ഹാദീൻ്റെത് എന്താ പറയാന്ന് വെച്ചാല് ഓന്റെ ഇപ്പൊ എന്താ പറയാനുള്ളത്, ഓനക്ക് നിങ്ങളെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത്. ഓനക്കിങ്ങനെ നമ്മള് പണിയെടുക്കണൊക്കെ ഓനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. ഞാനിപ്പോ കൊറേ നേരം പണിയെടുക്കുകയാണെങ്കിൽ ഓൻ വന്നിട്ട് അങ്ങനെ ചോദിക്കും, ഉമ്മച്ചീനെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ, പിന്നെ ഇനി ഭക്ഷണം കഴിച്ചില്ലേ, അങ്ങനെ കഴിക്കുന്നതും പണിയെടുക്കുന്നതും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓനിങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഓന്റെ ഒരു പ്രത്യേകത അതാണ്. ഉമ്മച്ചീന്റെ ഏട്ടത്തി അനിയത്തിമാരുണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര എന്താ പറയാ, ഇതുവരെ തെറ്റിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ചെറുപ്പത്തിൽ തെറ്റലുണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ കല്യാണത്തിന് മുമ്പ് തെറ്റിയിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം തെറ്റിയില്ല. എന്നാലും തമാശയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് നമ്മള് വേഗം അത് നമ്മളെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം സോൾവ് ആവുന്നുണ്ട്. എന്നാലും അങ്ങനെ തെറ്റിന്ന് പറയാനുള്ള ഒരു ഭയങ്കര തെറ്റില്ല. അല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ചോദിച്ചത്. മാഷാഅല്ലാഹ്, ഇനിയിപ്പോ ഞാൻ കണ്ണു വെച്ചെന്നറിയോ? അപ്പം ഇതുവരെ ആ ഒരു ബോണ്ടിങ് എങ്ങനെ നിലനിർത്തി ഇങ്ങനെ പോകുന്നത്? അതൊരു പ്രത്യേക കഴിവിന്. കാരണം ഞാനും ഉത്താത്തിയും 2 ദിവസം നല്ലോണം നിന്ന് 3-ാം ദിവസം നമ്മള് തെറ്റിപ്പോവും.
അങ്ങനെ ഞാൻ കണ്ടിടത്തോളം എല്ലാരും അങ്ങനെ തെറ്റിപ്പോവും. അത് നിങ്ങളത് ആ ഒരു ബോണ്ടിങ്ങിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? അത് ഉമ്മന്റെ ഒരു ഇതായിരിക്കും. ഉമ്മ എപ്പോഴും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ നമ്മളും എല്ലാ ദിവസവും ഡെയിലി ഒരു ദിവസം പോലും ഒരാൾ വിളിക്കാണ്ടിരിക്കൂലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത്, വിഷമങ്ങളും സങ്കടം സന്തോഷമൊക്കെ ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, എന്താ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിഷമാണ് നമ്മളും അതിന് ഒരു പങ്കാളിയായി അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാ ഇതുവരെ തെറ്റില്ല. ഇനിയും തെറ്റാണ്ട് ജീവിക്കാനാണ് ആഗ്രഹം. തെറ്റാതിരിക്കട്ടെ. ഉമ്മച്ചിക്ക് ഒരു പ്രശ്നം വന്നാൽ, ഇപ്പൊ ഒരു സങ്കടം ഉണ്ടായാൽ ഉമ്മച്ചി ഫസ്റ്റ് ആദ്യം വിളിക്കുക? ആരോടാ ഫസ്റ്റ് പറയാ? ഞാൻ ഫസ്റ്റ് വിളിക്കുക ആന്റീനെ. അതെന്തുണ്ടാ? എന്തുകൊണ്ടാ വെച്ചാല് ഓളോട് പറഞ്ഞാൽ ഓൾ എന്തെങ്കിലും നമുക്ക് അതിനൊരു മറുമരുന്ന് കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഓളോട് പറയും. എല്ലാരും, ഞാനെന്നല്ല, എല്ലാരും ഫസ്റ്റ് ഓളെ വിളിക്കുക. എന്നിട്ട് ഓളോട് കാര്യം പറയും. പിന്നെ എന്നിട്ട് അന്നതിന് ശേഷം പിന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാരോടും പറഞ്ഞ് അങ്ങനെ. പക്ഷെ ഉമ്മാമ ഫസ്റ്റ് ഉമ്മച്ചീനല്ലേ വിളിക്കല്? ഇപ്പൊ അതെന്തുണ്ടാ? അത് ആന്റീനെ വിളിക്കുന്ന്, പിന്നെ ഓള് തിരക്കൊക്കെ ആയി, പിന്നെ എന്നെ ഷോപ്പും ബിസി അല്ലായിരുന്നല്ലോ. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും വിളിച്ചാലും ഞാൻ ഇങ്ങനെ കുറേ വർത്താനം പറയുമല്ലോ. അതെല്ലാരും വിളിച്ചാലും കുറേ നേരം വർത്താനം പറയുന്നോണ്ട് ഉമ്മാവക്ക് ഭയങ്കര വർത്താനം പറയുന്നത് നല്ല ഇഷ്ടമാണ്. ഉമ്മാവന്റെ പണിയൊക്കെ തീർന്നാലാണല്ലോ വിളിക്കുക. അപ്പം കുറേ നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. ഉമ്മച്ചീനെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം ഉണ്ടോ? കുറെ കാര്യങ്ങൾ ഹാപ്പി ആക്കുന്നുണ്ടോ? അല്ല ഉമ്മച്ചിക്ക് ഇഷ്ടം പറയാം. അങ്ങനെ വെച്ചാൽ എനിക്കൊന്നും പറയാൻ അറിയില്ല. എന്താ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ബാപ്പച്ചി അല്ലെങ്കിൽ ഉമ്മച്ചീന്റെ എന്തൊക്കെ കുറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഉമ്മച്ചീനെ ഹാപ്പി ആക്കുന്ന? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയല്, അങ്ങനെ കുറേ യാത്ര പോകുന്നത് ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച്, നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് പോകുന്നത് ഇഷ്ടമാണ്. പുറത്തു പോകുന്ന കറങ്ങുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം ട്രാവൽ അല്ലേ? ഉമ്മച്ചി ഇപ്പം പഠിച്ചതും പിന്നെ വളർന്നതെല്ലാം കോഴിക്കോട്. അവിടുന്ന് നല്ല ദൂരത്തിലാണ് ഉമ്മച്ചി ഇപ്പോൾ ഉള്ള കല്യാണം കഴിച്ച് വന്നത് വയനാട്ടിലേക്ക്. അപ്പൊ ഉമ്മച്ചിന്റെ ആ പഴയ ഫ്രണ്ട്ഷിപ്പ് ആ കാര്യങ്ങളൊക്കെ ഉമ്മച്ചി മിസ് ചെയ്യാറുണ്ടോ? ആദ്യം മിസ് ചെയ്യലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മിസ് ചെയ്യലില്ല. കാരണം വാട്സപ്പ് വന്നപ്പോൾ ഗ്രൂപ്പായപ്പോൾ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഓളും വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഷാനിബ എന്നിട്ട്. ഓള് മൊത്തത്തിൽ എല്ലാവരും ഒരു ഗ്രൂപ്പാക്കി ചേർത്ത്. അപ്പം അതിൽ കുറേ ആയിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റപ്പ്. ഫസ്റ്റ് മീറ്റപ്പ് ഒരു ഫെബ്രുവരി 23-ന് 22-നാണ്. അത് ഫസ്റ്റ് മീറ്റപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഗുഡ് ഫ്രണ്ട്സിലൊക്കെ ഉണ്ടെങ്കിലും മീറ്റപ്പ് അങ്ങനെ ഇല്ലായിരുന്നു. മീറ്റപ്പ് ഫസ്റ്റ് ഈ ഹയനെ പ്രസവിച്ച ആ സമയത്തായിരുന്നു. പ്രസവിച്ച് എന്നെ കൊണ്ടേക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ മീറ്റപ്പും കൂടി ഫസ്റ്റ് ഞാൻ കുറേ ആൾക്കാരെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അമ്മ. പിന്നെ ആ ഒരു കാണൽ പിന്നെ ഇടക്കിടക്ക് ഞങ്ങൾ ഓരോ മാസത്തിലായി. പിന്നെ ഇപ്പോഴും എല്ലാവരെയും കാണലുണ്ട്. പിന്നെ വാട്സപ്പിൽ ഫുൾ ടൈം ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ള പോലെ ഉണ്ട് എല്ലാത്തിനും. ഈ മീറ്റപ്പിന്റെ ഡേറ്റ് വരെ, അതായത് ഫസ്റ്റ് മീറ്റപ്പിന്റെ അല്ലേ, അതിനുശേഷം കുറെ മീറ്റപ്പ് ഉണ്ട്. ഉമ്മച്ചി വേണ്ട ഡേറ്റിലും പറഞ്ഞുതരും. പക്ഷെ ഉമ്മച്ചി ഈ മീറ്റപ്പിന്റെ ഡേറ്റ് പറഞ്ഞതുകൊണ്ട് മാത്രം, ഇത് ഞാൻ ചോദിക്കാൻ വിചാരിച്ച ക്വസ്റ്റ്യനേ അല്ലായിരുന്നു. ഉമ്മച്ചി ആ ഒരു ഡേറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഹാദിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, വിത്ത് ഡേറ്റ്, ഇയർ, മന്ത്. 30/1/2008. ഞാൻ പറയാ 2017 ഇവന്റെ ഓർമ്മിച്ച് പറഞ്ഞതാ. അത് ഡിലീറ്റ് ആക്കി. 2017 എനിക്ക് ഇവന്റെ 2008 ഇവന്റെ ഓർമ്മയിൽ പറഞ്ഞതാ. 2017. ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെ ഒരാഗ്രഹമുള്ള ഒരു ഡെസ്റ്റിനി ഉണ്ടോ? ഇപ്പൊ തന്നെ ഹെളുമ്പത്തോള് ഇൻഷാല്ലാ. വേറെ എവിടെ ഇപ്പൊ അങ്ങനെ ആഗ്രഹമില്ല. ഉമ്മച്ചി ഇപ്പോ ഉംറക്ക് പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ ഉള്ളത്.
ഇൻഷാല്ല വേറെ മുടക്കൊന്നുമില്ലെങ്കിൽ പോവല്ലോ. അപ്പൊ ഉമ്രക്ക് പോയ അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും അമ്മച്ചിക്ക്? വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, എന്നാലും തല ഞാൻ എപ്പോഴും മുടി മറിച്ചിട്ടാണ് നടക്കല്. പിന്നെ ഇത്ര കയ്യുള്ളൂ, അതൊന്ന് ഫുള്ളാക്കണം. പിന്നെ ബാക്കിയുള്ളൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാറ്റം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് പറുതി ഒന്ന് കിടക്കുക എന്നുള്ളതൊന്നും ഇപ്പോഴേ വിചാരിച്ചിട്ടില്ല. ഇനി ആവുമെന്നറിയില്ല. ഇൻഷാല്ല. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ